ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എരിവുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനായിട്ട് പ്രത്യേകിച്ച് ചേർത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ബ്രെഡും മാത്രമാണ്. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടികളും ഒക്കെ ചേർത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം ഇതിനായിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാൻ ഇതേപോലെയുള്ള ബ്രൗൺ കളറിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള വേണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റി ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വലിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ബ്രെഡിന് ഞാൻ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം അനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി. ബ്രെഡ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരുപാടങ്ങ് പൊടിഞ്ഞു വേണ്ട, എന്നാലും കുറച്ചൊന്ന് പൊടിഞ്ഞ് കിട്ടണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 ബ്രെഡും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് എടുക്കാൻ പറ്റിയ രീതിയിൽ ഇതിലേക്ക് ആ ഒരു ഡോ റെഡിയായി കിട്ടണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. 4 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ബോളാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. സ്ക്വയർ ഷേപ്പിലോ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ലോ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്.
കെച്ചപ്പിൻ്റെ കൂടെ അതുപോലെ മയണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.